അപ്പൂപ്പന്മാരും പിന്നീട് അമ്മാവന്മാരും അലങ്കാരമായി കൊണ്ടുവരുന്ന കിഡ്നി സ്റ്റോൺ എന്ന മൂത്രത്തിൽ കല്ല് താമസിയാതെ തന്നെ എന്നിൽ രൂപപ്പെട്ടു. ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥ. വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാനാവാതെ മെലിയാൻ തുടങ്ങി. അതിലുപരി ഉറങ്ങാനാവാത്ത വേദനയും. ബഹ്റിനിലെ ഡോക്ടർമാരെ കണ്ട് കുറച്ച് മരുന്നൊക്കെ കഴിച്ചെങ്കിലും ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്ത ഓപ്പറേഷൻ തന്നെയെന്ന് ഡോക്ടർമാർ കട്ടായം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നാട്ടിലേക്ക് പറഞ്ഞു. ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നാടാണ് എന്തുകൊണ്ടും നല്ലത്. നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അധികം പണച്ചെലവില്ല നല്ല ചികിത്സ കിട്ടണമെങ്കിൽ ഫാദർ മുളൈസ് ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന അഭിപ്രായം പലരും മുന്നോട്ട് വെച്ചു. കാസർഗോഡ് ജീവിക്കുന്ന എനിക്ക് മംഗലാപുരം ഇപ്പോൾ അധികം ദൂരമൊന്നുമില്ലാത്തതിനാൽ നേരെ വെച്ച് പിടിച്ചു. ട്രെയിനിൽ നിന്നിറങ്ങിയ 40 രൂപയാണ് ഓട്ടോക്ക്. മുമ്പിൽ തന്നെ ഫാദർ മുളൈസ് ഹോസ്പിറ്റൽ എന്ന വലിയ കമാനവും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് ചിത്രവും കാണാം. വിശാലമായി കിടക്കുന്ന കുറച്ച് പഴയൊരു ഹോസ്പിറ്റലാണ്. നല്ല തിരക്കുണ്ട്. അധികവും പാവപ്പെട്ടവരാണ് അവിടെ വരുന്നത്. ചികിത്സ കഴിഞ്ഞിറങ്ങുന്നവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഹോസ്പിറ്റലിൻ്റെ മഹത്വം. ആദ്യം തന്നെ കൗണ്ടറിൽ കയറി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം കൗണ്ടറിൽ പോയി ആരെയാണ് കാണേണ്ടത് അവരുടെ ടോക്കൺ രജിസ്റ്റർ ചെയ്ത് തരും. ഡോക്ടർ നാഗേന്ദ്ര റാവുവിനെ കാണാൻ വേണ്ടി കയറുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഓപ്പറേഷൻ ഒഴിവാക്കണമെന്നായിരുന്നു മനസ്സിൽ. എന്നാൽ ഓപ്പറേഷനെ സമ്മതിച്ചില്ലെങ്കിൽ വേദനയെന്ന് പറഞ്ഞ് പിന്നെ ഈ ഏരിയക്ക് വരേണ്ടെന്ന് അയാളും കട്ടായം പറഞ്ഞു. മനസ്സിലാ മനസ്സോടെ സമ്മതിക്കില്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷനും കഴിഞ്ഞ് നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ പറഞ്ഞു സക്സസ്. ഓപ്പറേഷൻ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് പല സ്ഥലത്തും വേദനകൾ തോന്നി. കുറച്ച് ദിവസം ഹോസ്പിറ്റൽ ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഡോക്ടർ പോയി. വീട്ടിൽ പശുക്കളുള്ളതുകൊണ്ട് അമ്മയെ കൂടെ നിർത്താൻ ഞാൻ സമ്മതിച്ചില്ല. പകരം ശങ്ക് ബ്രോയെ പിടിച്ചു നിർത്തി. അവൻ മാംഗ്ലൂരിൽ തന്നെ ജോലിയുള്ള ഒരാളാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അവൻ തന്നെ അറേഞ്ച് ചെയ്ത് രാത്രി കൂട്ടിയെടുക്കാൻ വരും. എന്നാൽ 3-ാം ദിവസം അവൻ പണി പറ്റിച്ചു. വൈകുന്നേരം ചെറിയൊരു പാർട്ടി ഉണ്ടെന്നും അത് കഴിഞ്ഞാൽ ഞാൻ വരാമെന്നും പറഞ്ഞിരുന്നു. അവൻ അടിച്ച് ഓഫായി. എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. ഏതെങ്കിലും നഴ്സിനോട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറെ ഞാൻ നല്ലോണം വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ ഒന്നും ആരോടും മിണ്ടാകുന്നില്ല. എന്നാൽ ഡ്യൂട്ടിക്ക് വന്ന പുതിയ പെണ്ണത് കണ്ടുപിടിച്ചു. ആദ്യം അവളോട് അവൻ പുറത്തേക്ക് പോയിട്ടുണ്ട് ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഫലവത്തായില്ല. 2 ദിവസം ഇംഗ്ലീഷും മലയാളവും കന്നഡയും മിക്സ് ചെയ്ത് പറയുന്ന കുറച്ച് തടിയുള്ള ഒരു അമ്മച്ചിയായിരുന്നു എന്നെ നോക്കിയത്. ഇതൊരു ചെറിയ പെൺകുട്ടി, കുറച്ച് മെലിഞ്ഞ, മുഖത്തെപ്പോഴും ചിരിയും ഫിറ്റ് ചെയ്ത, ഒരു നിഷ്കളങ്കത്വ ഭാവം എപ്പോഴും കാണാൻ പറ്റുന്ന പെൺകുട്ടി. ഒരു 22 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ കൂടെ ആരുമില്ലെന്ന കാര്യം അവർ കണ്ടുപിടിച്ചെങ്കിലും വഴക്കൊന്നും പറഞ്ഞില്ല. ഡോക്ടറോട് പറയുമ്പോൾ എന്ന പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് പറയരുതെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഒരു ചിരിയായിരുന്നു മറുപടി. അവിടുന്ന് മറ്റുള്ളവരെ നോക്കാൻ അവൾ പോയി. 1 മണിക്കൂറിന് ശേഷം അവൾ തിരിച്ചു വന്നപ്പോൾ അവളുടെ കയ്യിൽ എനിക്ക് കഴിക്കാനുള്ള ഫുഡുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അവളുടേതാണെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ചിലപ്പോൾ ചിലർ നമുക്ക് നേരെ നീട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറയും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ അവിടെ നേഴ്സ് സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. ഇനി അവളെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും രാത്രിയിൽ വന്ന വേദന കാരണം വീണ്ടും വിളിക്കേണ്ടി വന്നു. അവൾ തന്ന ഗുളികൾ കഴിച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങി. പകൽ സമയത്ത് നല്ല ഉറക്കം കാരണം അധികം വൈകാതെ തന്നെ ഞാൻ ഉണർന്നു. നോക്കുമ്പോൾ അവൾ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ഉണർന്നു എന്ന് മനസ്സിലാക്കി അവൾ വന്ന് ചോദിച്ചു, വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഏയ്, ഇപ്പോൾ ആശ്വാസമുണ്ട്. നിനക്കൊരു ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇത് ഞങ്ങളുടെ ജോലിയല്ലേ? അവളുടെ സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു. അതെന്തേ കൂടാരുമില്ലാത്ത? രാത്രിയിൽ നിൽക്കാൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് ചെറിയൊരു തലവേദന, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ് വിശ്വസിച്ചില്ലെന്ന് അവിടെ ആ ചിരിയിൽ നിന്നും മനസ്സിലായി. ഇവിടെ അങ്ങനെയാ, ആണുങ്ങൾക്ക് രാത്രിയാകുമ്പോൾ തലവേദന കുറച്ച് കൂടുതലാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. എന്തായാലും ഉറക്കം പോയി. എന്നാൽ പിന്നെ കുറച്ചു നേരം സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തരത്തിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയാലോ എന്നൊരു ചിന്ത കൂടി അതിനുണ്ട്. അവളുടെ പേര് ജീന എന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു. നല്ല കനമുള്ള മുടിയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചെറുതായി കണ്ണെഴുതിയിട്ടുണ്ട്. വേറെ മേക്കപ്പ് ഒന്നുമില്ല. ഒരു കുഞ്ഞു മുഖം. വീട്ടിലെ അപ്പനും അമ്മയും അനിയത്തി. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജോലിയാണ് ഇതെന്നും കുറച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പറക്കാനാണ് താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ, തനിക്ക് പ്രണയമൊന്നുമില്ലേ? അവൾ എന്നെ നാക്കി ചിരിച്ചു. അപ്പോൾ അവൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. അതെനിൽ സംശയം ഉണ്ടാക്കി. കാരണം വേറൊന്നുമല്ല, കാണാൻ അത്യാവശ്യം കൊള്ളാവുന്നൊരു പെൺകുട്ടി, നല്ല ഓമനത്വമുള്ള മുഖം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടും. ഇനി ചിലപ്പോൾ പ്രണയം പൊട്ടിയതായിരിക്കുമോ? ഒരു 1 സൈഡ് ലവ് ഉണ്ട്. എനിക്കൊരു 1 സൈഡ് ലവ് ഉണ്ടെന്ന്. ഞാൻ ലവ് ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്തെന്നായിരിക്കുമല്ലോ. ഞാൻ ചെറിയൊരു പമ്മിയെ ചിരിചരിച്ചു. ജസ്റ്റിൻ ആളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കുറച്ച് കാലമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പേടി, ആൾ തന്നെ ഇഷ്ടം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൂടി നഷ്ടപ്പെടും. എന്തിനാ പേടി? ആൾക്ക് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി പോയി. അതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് പ്രണയത്തിന് താല്പര്യമില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു.
എവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഇനി പേടി മാറാൻ വേണ്ടിയിട്ടേ എൻ്റെ കുറച്ച് സൈക്കോ സ്റ്റോറീസ് വായിക്കാൻ തരാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ ഇഷ്ടം തുറന്നു പറയാനാവാതെ ജീവിക്കുകയോ? നോ, ഞാനത് അനുവദിക്കില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. എൻ്റെ പൊട്ടിയ പ്രണയവും അതിനുശേഷം ചങ്ക് തകർന്ന് മറ്റുള്ളവരെ വായി നോക്കിയതൊക്കെ. ജീനയുടെ ലവ് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങി. ജസ്റ്റിൻ അച്ഛനും അമ്മയും അനിയത്തിയുള്ള ഒരു കൊച്ചു കുടുംബത്തിൽ ജീവിക്കുന്നു. ആളൊരു എഞ്ചിനീയറാണ്. അവനോട് കൂട്ടുകൂടാൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ റിക്വസ്റ്റ് കൊടുത്തു. അതിലൂടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ചെറിയൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, സിനിമ, സീരീസ്, ഗെയിമിംഗ്, ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഏതൊരാണിനെയും കമ്പനിയാക്കാം. എൻ്റെ സകലമാന കഴിവ് പുറത്തെടുത്തിട്ടും ആശാൻ കൂടുതലൊന്നും വിട്ടുപറയുന്നില്ല. അധികവും ഓൺലൈൻ കാണാറില്ല. ചിലപ്പോൾ പണിത്തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിനോട് താല്പര്യം കുറവായിരിക്കും. ഞാൻ തന്നെ കുറേ കാലം ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. ആദ്യം ഒരു കമ്പനി ആയെങ്കിലും പിന്നീട് അതിലൊരു തരത്തിലുള്ള ഉയർച്ചയും കാണാത്തതുകൊണ്ട് വേറെ വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്കധികം ലീവില്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജീനയുടെയും ജസ്റ്റിൻ്റെയും ഫ്രണ്ട് ആയതുകൊണ്ട് ജസ്റ്റിൻ്റെ അനിയത്തി ജിഷയുടെ ഫ്രണ്ട് സജഷൻ എനിക്ക് വരുന്നു. അതിൽ കയറി റിക്വസ്റ്റ് എടുത്ത് കാത്തിരുന്നു. ഒരു മറുപടിയുമില്ല. പിന്നെ മെസ്സഞ്ചറിൽ കയറി കുറേ മെസ്സേജ് അയച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു കോഴിയുടെ വിലയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ മനസ്സാൽ ആഗ്രഹിച്ചു പോയി. ഇനി നേരെ ഇടിച്ചു കയറി അവൻ്റെ കോളറിനെ പിടിച്ചിടാ, നീ ജീനയെ മര്യാദ കെട്ടിക്കോ എന്ന് പറഞ്ഞാലൊന്ന് ഞാൻ ചിന്തിച്ചു. ഇനി അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണിയായോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവരിൽ നിന്നൊരു മെസ്സേജ് വരുന്നത്. ബ്രോ, ഫ്രീ ആണോ? ആ പറ. അനീതിയുടെ ലാപ്പ് പൊളിഞ്ഞു. അവൻ വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന IT ഫീൽഡിലാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിഞ്ഞല്ല, ഒന്നും അനങ്ങുന്നില്ല എന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടു. ഞാൻ ഉടനെ തന്നെ അവനെ വിളിച്ചു. ആ പറയണം, എന്തോ പ്രശ്നം? എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വന്നോ? ആ അറിയില്ല ബ്രോ, ഇവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് സംഭവം എന്ന് കറക്റ്റ് പറ. എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴാണോ? അങ്ങനെ എന്തെങ്കിലും? ഹലോ, ആ എന്താ സംഭവം? ഞാനത് എക്സൽ ഓപ്പൺ ആക്കി, അപ്പം തന്നെ വീട് ഓപ്പൺ ആക്കി, രണ്ടും ഓപ്പൺ ആയില്ല. ശേഷം വീണ്ടും ഓപ്പൺ ആക്കാൻ ട്രൈ ചെയ്തോ? ആ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേ ഫയലുകൾ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ആ ഇത് വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. അതിനായിട്ട് ടാസ്ക് ബാർ ഉണ്ടോ? താഴെ ഒരു കറുത്ത ലൈന്. അതിൽ ആപ്ലിക്കേഷനില്ലാത്ത ഭാഗത്ത് മൗസ് വെച്ച് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കും. അപ്പോൾ അതിൽ ടാസ്ക് മാനേജർ എന്ന സംഭവം വരും. അത് ഓപ്പൺ ചെയ്ത് ആവശ്യമില്ലാത്ത ഫയലുകൾ എൻ ടാസ്ക് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക്സ്. ആ സംഭവത്തിന് ശേഷം അവൾ എൻ്റെ ഫേസ്ബുക്ക് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷമുള്ള കുറച്ച് ദിവസത്തെ ചാറ്റിങ്ങിലൂടെ ഞാൻ ജീനയുടെ കാര്യം എടുത്തിട്ടു. അവന് വേറെ പ്രണയമുണ്ടെന്നായിരുന്നു എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾ രണ്ടുപേരുടെയും ശ്രമഫലമായി അവനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി. പഴയ പ്രണയം പൊട്ടിയതിലൂടെ ആളൊരു നിർവികാര ജീവിയായി മാറി. എല്ലാവരോടും കമ്പനി, അതുമാത്രം. എന്നാൽ ജീനയെ വളരെ ഇഷ്ടമാണെന്നും പക്ഷെ അത് ഏത് രീതിയിലാണെന്നും മനസ്സിലായില്ല. ജീനയെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിച്ചാൽ പോരെയെന്ന് ജിഷയുടെ അഭിപ്രായം നല്ലതായിരുന്നെങ്കിലും എനിക്ക് വേണ്ടത് അവനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അതിനായി ഞാനൊരു തിരക്കഥ തയ്യാറാക്കി അവനെ വിളിച്ചു. ജസ്റ്റിൻ, നിന്റെ ഒരു ഹെൽപ്പ് വേണം എനിക്കല്ല ജീനക്കാണ്. അവളുടെ ഹോസ്പിറ്റലിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തിന് ജീനയോട് ഭയങ്കര പ്രണയം. അവനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. വീട്ടുകാർ കുറച്ച് കഷ്ടപ്പെട്ട് അവനെ ഡിഗ്രിയൊക്കെ പഠിപ്പിച്ച്. പക്ഷെ അവൻ അവളോടുള്ള പ്രണയം കാരണം ഇവിടെ വന്ന് തുച്ഛമായ ശമ്പളത്തിൽ ഡ്രൈവർ പണിയെടുക്കുക. ആളോട് എത്ര പറഞ്ഞിട്ടും അവളെ എപ്പോഴെങ്കിലും അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമെന്ന് പറഞ്ഞിരിപ്പാണ്. സോ അവൾ അവനോട് പറഞ്ഞു അവൾക്കൊരു പ്രണയമുണ്ടെന്ന്. പക്ഷെ അവന് വിശ്വാസം പോരാ. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് നീ ജീനക്ക് മെസ്സേജ് അയക്കണം. എൻ്റെ ചാറ്റ് അവൻ വിശ്വസിക്കില്ല. കാരണം അവൾ അവനോട് എനിക്കൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അതൊക്കെ അവനറിയാം. അതുകൊണ്ട് എൻ്റെ ചാറ്റ് കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി നീ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യില്ലേ? അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? നീ പറഞ്ഞാൽ മതി. വെറും ഒരാഴ്ച. ആ ഒരാഴ്ച രാവിലെ വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാം. ചാറ്റ് അവസാനിക്കുമ്പോൾ ഐ ലവ് യു, ഐ മിസ് യു, ഐ ലവ് യു ടു ഒക്കെ ചാനലിൽ ഉൾപ്പെടുത്തണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ചാനലിൽ ഉൾപ്പെടുത്തി അതിൻ്റെ സ്ക്രീൻഷോട്ട് അവന് കാണിക്കാനാണ് പ്ലാൻ. ചെറിയ രീതിയിലൊന്നും അവനെ ഏൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് അവളെ ലവ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോറി വലുതാക്കാൻ ഞാൻ ജിഷയെ കൂടി ഏൽപ്പിച്ചിരുന്നു. ഏട്ടാ, ജീന ചേച്ചിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണം. എല്ലാം പ്ലാൻ പടി നടന്നു. അവൻ കാമുകനായിട്ട് തകർത്തഭിനയിച്ച് മെസ്സേജ് അയച്ചപ്പോൾ അവൾ യഥാർത്ഥ കാമുകിയായി. ഒരാഴ്ച എന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ പോയില്ല. അതവർ തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാൻ വിളിച്ച് അവനോട് നിർത്താൻ പറഞ്ഞു. എടാ, ഇത്രയും മതി, അവൻ വിശ്വസിച്ചു എന്ന്. ഇനി അവനെ ഗുഡ് മോർണിംഗ് അല്ല വേറെ മെസ്സേജും കുറച്ച് ദിവസത്തേക്ക് അയക്കേണ്ടെന്ന് ജീനയെ പറഞ്ഞ് ചട്ടം കെട്ടി. കൃത്യം 2-ാം ദിവസം അവൻ എന്നെ വിളിച്ചു. അവൻ്റെ കോൾ ഫോണിൽ കാണുമ്പോൾ ഒരു കൗശലക്കാരനായ കുറുക്കൻ്റെ ചിരി എൻ്റെ മുഖത്തുണ്ടായിരുന്നു. എടാ, എനിക്കിതെങ്ങനെ പറയണ്ടെന്നറിയില്ല. എനിക്ക് പറ്റുന്നില്ലടാ. എന്താണ് സംഭവം? എടാ, എനിക്ക് ജീനെ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം അവളെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അഭിനയായിരുന്നെങ്കിലും ഇപ്പം പറ്റുന്നില്ലടാ. ദിവസം ഐ ലവ് യു എന്ന് പറഞ്ഞു ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലടാ. അവസാനം രണ്ടും കൽപ്പിച്ച് രാത്രി അയച്ച മെസ്സേജ് അവൾ നോക്കുന്ന പോലുമില്ല. എനിക്കാകെ
ഭ്രാന്ത് പിടിക്കുക. അപ്പം ഇനി ഒന്നും നോക്കണ്ട, നേരെ പോയി അവളോട് ഐ ലവ് എന്ന് പറഞ്ഞേക്ക്. അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് പൊക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സന്തോഷമായിരുന്നു എനിക്ക്. എന്തായാലും ചങ്ക് വെള്ളടിച്ച് ഓഫായതുകൊണ്ട് ഇവരൊന്നിക്കാൻ ഞാൻ കാരണക്കാരനായി. ആ ചെറുപുഞ്ചിരിയോടെ തിരിച്ചു പറക്കാൻ പെട്ടികെട്ടുന്നതിനിടയിൽ ജിഷയുടെ മെസ്സേജ്. ചേട്ടാ, എനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ട്. ഓ മൈ ഗോഡ്, യു ടു? സോറി മോളെ, തുടർക്കഥ എഴുതാൻ നല്ല മടിയുണ്ട്. കഥ ഇവിടെ തീർന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.